ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടയുടെ റെസിപ്പിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മുട്ട ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു മുട്ട ഫ്രൈ ആണ്. സാധാരണ ഇടിമുട്ട എന്നാണ് ഇതിൻ്റെ പേര്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇഡ്ഡലിയുടെ ഷേപ്പിലാക്കിയിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇടിമുട്ട എന്നുള്ള പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട ഫ്രൈ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മുട്ട ഫ്രൈ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇടിമുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാനും മാത്രമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള മുട്ടയും പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ടയിലാണ് ചെയ്യുന്നത്. ഈ 4 മുട്ട നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മുട്ട വേവിക്കാനായിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ പുരട്ടി വെച്ചാലേ നമുക്ക് വേഗം മുട്ട ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ഒരു മുട്ട ഒരു ഇഡ്ഡലി തട്ടിൻ്റെ ഈ കുഴിയിൽ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അത്രയും മുട്ട എടുക്കുക. അപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ 4 മുട്ടയും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു 8 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി തുറന്നിട്ട് ഇതുണ്ടോ, മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. ചൂട് കംപ്ലീറ്റ് മാറിയാലേ നമുക്കിനി ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂട് മാറി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ചൂട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതുപോലെ മുട്ട ഈ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാം. ആദ്യം മസാലയ്ക്കായിട്ട് നമ്മൾ കുറച്ച് വലിയൊരു ബൗളെടുക്കാം മിക്സ് ചെയ്യാൻ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 മുട്ടയ്ക്കുള്ള അളവുകളാണ് ഞാൻ പറയുന്നത്. കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിനായിട്ട് മെയിനായിട്ട് ചേർക്കുന്നത്. ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് മുട്ട കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മുട്ടയിലേക്ക് പിടിക്കാൻ, ഈ മസാല പിടിക്കാൻ ആവശ്യമായ 1-2 ടീസ്പൂൺ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ എടുത്തിട്ട് ഈ ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ടയിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണ പുരട്ടിയതുകൊണ്ട് വേഗം തന്നെ എടുക്കാൻ പറ്റും. ഇനി നമുക്ക് മസാല മുട്ടയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം.
ഇത് നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുകയാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഈ മുട്ട ഫ്രൈ ചെയ്യുമ്പോഴും കറിവേപ്പില ചേർക്കുന്നത്. 1-2 തണ്ട് കറിവേപ്പില മതി, ഒരുപാടൊന്നും വേണ്ട. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാം. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് മസാലയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ മസാല പുരട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേഗം തന്നെ ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ആദ്യം വെച്ച് കൊടുക്കുക. കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്ന് എണ്ണയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല അതൊന്നും കുഴപ്പമില്ല. ഇനി എൻ്റെ കൈ കൊള്ളും, വേണ്ട എൻ്റെ കൈ കൊള്ളും. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ, ഈ മുട്ടയുടെ മഞ്ഞ അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഞ്ഞ ആദ്യം അടിഭാഗത്ത് വരുന്ന രീതിയിൽ വയ്ക്കാമെന്ന് പറഞ്ഞത്. ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ദാ ഫ്രൈ ആയി. മുട്ട പൊട്ടിത്തെറിച്ചിട്ട് മുട്ടയുടെ ആ യെല്ലോ പാർട്ടൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിടാൻ പോവാണ്. ഇതിനെ നമുക്കെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ മുട്ട കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിന്നിട്ട് കുക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അധികം സമയം എടുക്കില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ 2 സൈഡും ഫ്രൈ ആയി കിട്ടും. 2 മിനിറ്റ് വീതം 2 സൈഡും ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആക്കണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട കുക്ക് ചെയ്താണല്ലോ. അപ്പോൾ ഈ സൈഡും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട 2 സൈഡും ഫ്രൈ ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റാൻ പോവാണ് പ്ലേറ്റിലേക്ക്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഇടിമുട്ട റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇടിമുട്ട ദാ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോറിൻ്റെ കൂടെയാണോ ചപ്പാത്തിയുടെ കൂടെയാണോ കഴിച്ചിട്ട് ഇഷ്ടമായതെന്ന് മറക്കാതെ ഒന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.